ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 3 കളറിലുള്ള ചോക്ലേറ്റ് ഒമ്പ കേക്കാണ്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല സ്പഞ്ച് പോലത്തെ കേക്കാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. ഗസ്റ്റ് വരുമ്പോഴും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് പാർട്ടിക്കൊക്കെ വേണമെങ്കിലും വിളമ്പാം. നല്ല ടേസ്റ്റുമാണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും മാവിൻ്റെ എല്ലാ ഭാഗത്തും ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കണം കേട്ടോ. എന്നാലേ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കുക. ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ പഞ്ചസാര പുറത്തോട്ട് തെറിച്ചു പോവും. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ 3 മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് അടുത്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോഴേക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുക. 3 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയ കുമ്പളകൾ ഇങ്ങനെ വന്നു തുടങ്ങും മുകളിൽ. അപ്പോൾ നമുക്ക് നിർത്താം. ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും. ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 പ്രാവശ്യമായിട്ട് ചേർത്താൽ മതി. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ മിക്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും, കട്ട കെട്ടി കിടക്കും. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്താലും മതി. ഇനി ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ കട്ട കെട്ടിക്കിടക്കുന്നതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല, എന്നാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. കേക്കിന് ബീറ്റ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യുക. ഇതുപോലെ വേണം ബാറ്റർ ഇരിക്കാൻ. ഇനി നമുക്കിത് 3ആയിട്ട് ഭാഗിച്ചെടുക്കാം. നമ്മൾ 3 കളറിലുള്ള കേക്കാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ അളന്നെടുത്ത കപ്പിൽ ഏകദേശം 1/4 കപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് അളവിൽ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമുക്ക് ഡാർക്ക് കളർ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാണ് കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൊക്കോ പൗഡർ ചേർത്തല്ലേ, അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു സ്പാച്ചിലോ ഉണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലൈറ്റ് കളർ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ വലിയ പാത്രം എടുത്താലും മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിലോട്ട് നമ്മൾ പാലൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കളറിലുള്ള കേക്ക് ബാറ്ററും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണയോ നെയ്യോ ബട്ടറോ ഒക്കെ തേച്ച് കൊടുക്കുക. പെട്ടെന്ന് കേക്ക് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാവ് വിതറിയതിന് ശേഷം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് കോരിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിൽ തന്നെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ലൈറ്റ് കളറിലുള്ള ചോക്ലേറ്റ് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ആക്കി കൊടുക്കുക. ഇപ്പം ഫോർക്ക് കൊണ്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, താഴോട്ട് ഇറങ്ങി പോകരുത്. മുകളിൽ മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. താഴോട്ട് പോയാൽ രണ്ട് ബാറ്ററും കൂടെ മിക്സ് ആയി പോവും. അല്ലെങ്കിൽ മുകളിൽ മാത്രം സ്പൂൺ കൊണ്ടൊന്ന് നിരപ്പാക്കി കൊടുത്താലും മതി. ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ഇനി ഇതിലോട്ട് വെള്ള കളറിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നിരപ്പാക്കി കൊടുക്കുക. നിരപ്പാക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒരു തട്ടും കൂടെ വെച്ചിട്ടുണ്ട്. കേക്ക് ടിൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപ്പിലോട്ട് വെക്കരുത്. ഇതേപോലെ ഒരു തട്ട് വെച്ചിട്ട് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ താഴ്ഭാഗം കരിഞ്ഞു പോവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാൻ അടച്ച അടപ്പിൽ ഒരു ഹോളുണ്ട്. അത് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിൽ വെച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. ചൂട് പുറത്ത് പോകാനേ പാടില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. വച്ചിട്ട് പെട്ടെന്ന് തന്നെ അടയ്ക്കണം. കുറേ നേരം തുറന്ന് വയ്ക്കരുത്, എന്നാലേ ചൂട് മാറ്റം വരും. കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. തീ മീഡിയത്തിലോട്ടാക്കി കൊടുക്കുക. 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മുതൽ 25 മിനിറ്റ് എടുക്കും വെന്ത് കിട്ടാൻ. ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് നോക്കരുത് കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് കേക്ക് പൊങ്ങി വരില്ല. 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു പപ്പടം കുത്തി വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റണം. ചൂട് മാറിയാൽ കേക്ക് താന്നു പോവും. സൈഡിൽ ഒരു കത്തി കൊണ്ട് ഇളക്കിയതിന് ശേഷം എടുത്തു മാറ്റാം. ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്ക് പോലെ ഇരിക്കും. ഗസ്റ്റൊക്കെ ഉള്ളപ്പോഴും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. നമ്മുടെ വണ്ടർ കേക്ക് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.